നമ്മൾ കാണാൻ പോകുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ഏതൊക്കെയാണ് എന്നാണ്. നമ്മുടെ ലിവിങ് സിസ്റ്റത്തിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്നാണ് കാണുന്നത്. അതിൽ ഒന്നാമത്തേത് സൈറ്റോക്രോംസ് ആണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രോസസ്സുകളിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന ഒരു ക്ലാസ് ഓഫ് മോളിക്യൂളാണ് സൈറ്റോക്രോംസ് എന്ന് പറയുന്നത്. സോ ദേ ആർ ബയോ റിഡോക്സ് ഏജൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, സോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് റിഡക്ഷനും ഓക്സിഡേഷനും നടക്കണം അല്ലേ. സോ സൈറ്റോക്രോംസ് ക്യാൻ അക്സെപ്റ്റ് ഇലക്ട്രോൺ ആസ് വെൽ ആസ് ദേ ക്യാൻ ഗിവ് ഇലക്ട്രോൺ. സോ അവരിൽ കൂടെ ഇലക്ട്രോണിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കും. ഒരു മോളിക്യൂളിൽ നിന്നും അവർ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് ആ അക്സെപ്റ്റ് ചെയ്ത ഇലക്ട്രോൺ മറ്റൊരു മോളിക്യൂളിന് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. സോ ദേ വിൽ ബി എ മീഡിയം ഫോർ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. അങ്ങനെ അവർ ആക്ട് ചെയ്യും. ഓക്കെ, സോ ദേ ആർ ബയോ റിഡോക്സ് ഏജൻറ്റ്സ്. ബയോളജിക്കൽ സിസ്റ്റത്തിൽ റിഡോക്സ് റിയാക്ഷൻ നടത്തുന്ന ഏജൻറ്റ്സ് ആണ് സൈറ്റോക്രോംസ്. ഓക്കെ, സൈറ്റോക്രോംസ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുക ഹാർട്ടിൽ, അതുപോലെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള മസിൽസ്, ഇപ്പോൾ ബേർഡ്സിൻ്റെയൊക്കെ ഫ്ലൈറ്റ് മസിൽസ്, അവിടെയൊക്കെ ഒരുപാട് സൈറ്റോക്രോംസ് കാണും. കാരണം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഒരുപാട് നടക്കേണ്ട പ്രോസസ്സുകൾ നടക്കുന്ന മസിൽസിലായിരിക്കും ഇവർ കൂടുതൽ അളവിൽ കാണപ്പെടുക. ഓക്കെ, സൈറ്റോക്രോംസ് പൊതുവെ 3 തരം ആയിട്ടുണ്ട്. സൈറ്റോക്രോം എ, ബി ആൻഡ് സി. സൈറ്റോക്രോം എയിൽ കാണപ്പെടുന്നത് ഹീം എ ആയിരിക്കും, സൈറ്റോക്രോം ബിയിൽ ഹീം ബി, സൈറ്റോക്രോം സിയിൽ ഹീം സി. ഓക്കെ, സോ നമുക്കിതിൽ നിന്നും വളരെ വ്യക്തമാണ് സൈറ്റോക്രോം ഈസ് എ ഹീം കോമ്പൗണ്ടാണ്, ഹീം പ്രോട്ടീനാണ്. ഹീം ഉണ്ടാകും, കൂട്ടത്തിൽ പ്രോട്ടീനും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഹീമോഗ്ലോബിൻ മയോഗ്ലോബിൻ പറഞ്ഞു ദേ ആർ ഹീം. അതുപോലെ തന്നെ ഇവിടെ സൈറ്റോക്രോം ഒരു ഹീം പ്രോട്ടീനാണ്. ഇനി ഇവിടെ അയണിൻ്റെ സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അയൺ ലോ സ്പിൻ സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, ഇറ്റ് ക്യാൻ ബി +2 ഓർ +3. +2 ആകാം, +3 ആകാം. നമ്മൾ ഹീമോഗ്ലോബിൻ മയോഗ്ലോബിൻ പറയുമ്പോൾ അവിടെ അയൺ +2 സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. അയൺ Fe2+ ആണ് അയൺ എപ്പോഴും. ഓക്കെ, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അയൺ +2 ആകാം, +3 ആകാം, പക്ഷേ എപ്പോഴും ലോ സ്പിൻ മാത്രമായിരിക്കും. നമുക്ക് ഹീമോഗ്ലോബിൻ മയോഗ്ലോബിനിൽ ലോ സ്പിന്നും ഹൈ സ്പിന്നും മാറി മാറി വരും +2 സ്റ്റേറ്റിൻ്റെ. പക്ഷേ ഇവിടെ നമുക്ക് +2 +3 ആകാം, പക്ഷേ ലോ സ്പിൻ സ്റ്റേറ്റ് മാത്രമായിരിക്കും. നിങ്ങൾക്ക് ആ ലോ സ്പിൻ എന്താണെന്ന് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് അയണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോഴേക്കും 3d64s2 അതാണ് അയണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഞാൻ അതനുസരിച്ച് ഫില്ല് ചെയ്തിരിക്കുകയാണ്. 3d6 ആണ്. ആദ്യം നമ്മൾ ഓരോ ഓർബിറ്റിലും സിംഗിളായിട്ട് ഓക്യുപ്പൈ ചെയ്ത ശേഷം 6ാമത്തെ ഇലക്ട്രോൺ കൊണ്ടുവന്ന് ഇവിടെ പെയർ ചെയ്തിരിക്കുകയാണ് 4s2. Fe2+ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക? 2 ഇലക്ട്രോൺ പോകണം അല്ല, 2 ഇലക്ട്രോൺ പോകുന്നത് ഈ 4sൽ നിന്നായിരിക്കും 2 ഇലക്ട്രോൺ പോവുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ ഒരവസ്ഥ നമ്മൾ ഹൈ സ്പിൻ എന്ന് പറയും. കാരണം സ്പിന്നെല്ലാം നല്ല ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ സാധാരണ ഇതിൽ ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ നിൽക്കുകയാണ്. ഇതിനെ നമ്മൾ ഹൈ സ്പിൻ എന്നാണ് പറയുക ഇതിനെ. ഓക്കെ, ഇനി എപ്പോഴെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ് ഈ Fe2+നെ അപ്രോച്ച് ചെയ്യുമ്പോൾ, ഇഫ് ദ ലിഗാൻഡ് ഫീൽഡ് ഈസ് വെരി സ്ട്രോങ്, ഇവിടുത്തെ ഈ സിംഗിളിൽ നിൽക്കുന്ന ഇലക്ട്രോൺസ് ഇപ്പുറത്തേക്ക് വന്ന് പെയർ ചെയ്യും. ഇതുപോലെയാവും. ഈ അവസ്ഥയാണ് നമ്മൾ ലോ സ്പിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ദ പ്രസൻസ് ഓഫ് എ സ്ട്രോങ് ലിഗാൻഡ് വരുമ്പോൾ മാത്രമേ അയൺ ലോ സ്പിൻ ആയിട്ട് മാറുള്ളൂ. അല്ലാത്തപ്പോൾ അയൺ ഹൈ സ്പിൻ ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുക. ഇതാണ് ലോ സ്പിൻ ആൻഡ് ഹൈ സ്പിൻ വ്യത്യാസം വരുന്നത്. സോ നമ്മൾ പറഞ്ഞു ഹൈ സ്പിൻ ആയിരിക്കുമ്പം സൈസ് കൂടുതലായിരിക്കും. 92 പൈക്കോമീറ്റർ ആണ് ഇൻ മയോഗ്ലോബിൻ അല്ലേ. അത് ലോ സ്പിൻ ആയപ്പോൾ അത് 75 പൈക്കോമീറ്റർ ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു. കാര്യം എന്താണ്? ഇവിടെ നമുക്ക് 5 ഡി ഓർബിറ്റിലും ഒക്യുപ്പൈഡ് ആണ്. സോ ഇച്ചിരി സൈസ് ഉണ്ടാകും. ഇവിടെ നമുക്ക് 3 ഡി ഓർബിറ്റിൽ ഒക്യുപ്പൈഡ് ആയിട്ടുള്ളൂ, 2 എണ്ണം വേക്കൻ്റ് ആണ്. സോ കുറച്ച് സൈസ് റെഡ്യൂസ് ചെയ്യും ലോ സ്പിൻ വരുമ്പോഴേക്കും. ഓക്കെ, സോ നമ്മുടെ സൈറ്റോക്രോമിൽ അയൺ എപ്പോഴും ലോ സ്പിൻ സ്റ്റേറ്റിലാണ്, പക്ഷേ +2 ഓർ +3 ആയിട്ട് നിൽക്കാൻ പറ്റും. ഓക്കെ, ഇവിടുത്തെ ഇനി അയണിൻ്റെ കോർഡിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് എവിടെയും നമുക്ക് അയൺ ഒക്ടാഹിഡ്രലാണ്. അയണിൻ്റെ 4 കോർഡിനേഷൻ പോർഫൈൻ റിങ്ങിലെ 4 നൈട്രജൻ ആറ്റംസിലേക്ക് തന്നെയാണ്. 5ാമത്തെ കോർഡിനേഷൻ നൈട്രജൻ ആറ്റം ഫ്രം എ ഹിസ്റ്റഡിൻ ഓഫ് ആൻ അസോസിയേറ്റഡ് പ്രോട്ടീൻ. നേരത്തെ പോലെ തന്നെ ഹീമോഗ്ലോബിൻ മയോഗ്ലോബിൻ പോലെ തന്നെയാണ് 5ാമത്തെ പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യുന്നത് നൈട്രജൻ ഫ്രം ഹിസ്റ്റഡിൻ ആറ്റം ഓഫ് എ പ്രോട്ടീനാണ്. 6ാമത്തെ പൊസിഷൻ ഇവിടെ ഒക്യുപ്പൈഡ് ആണ് എന്നുള്ളതാണ് പ്രത്യേകത. 6ാമത്തെ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്നത് സൾഫർ ആറ്റം ഫ്രം മെഥിയോനിൻ ഓഫ് ദ പ്രോട്ടീൻ. ആ സെയിം പ്രോട്ടീനിലെ മെഥിയോനിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിലെ സൾഫർ ആറ്റമാണ് 6ാമത്തെ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുക. സോ ഇവിടെ നമുക്ക് വേക്കൻറ്റ് പൊസിഷൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പിന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുക? ഈ +2 +3 സ്റ്റേറ്റുകൾ തമ്മിൽ പരസ്പരം ഷട്ടിൽ ചെയ്തിട്ടാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുക. ഇവിടെ നമുക്ക്
ആക്ച്വലി വേക്കൻറ്റ് പൊസിഷൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല അല്ലേ. +2 Fe2+ നിന്നും ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യപ്പെടുമ്പോൾ അത് Fe3+ ആകും. Fe3+ലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുമ്പോൾ അത് Fe2+ ആകും. സോ നമുക്കവിടെ റിമൂവൽ ആൻഡ് അഡീഷൻ ഓഫ് ഇലക്ട്രോൺ പോസിബിൾ ആണ്. അപ്പോൾ ഈ അയണിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റിൽ തമ്മിലുള്ള പരസ്പരം സ്വിച്ചിങ് വഴിയാണ് ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഓക്കെ, 6 പൊസിഷനും ഒക്യുപ്പൈഡ് ആണ് അയണിൻ്റെ. ഇനി ചില സൈറ്റോക്രോം എസിൽ അതായത് ചില ജീവികൾ കാണപ്പെടുന്ന സൈറ്റോക്രോം എയുടെ 6th പൊസിഷൻ വേക്കൻ്റ് ആയിട്ട് കാണപ്പെടാറുണ്ട്. അവിടെ ആ വേക്കൻ്റ് ആയിട്ടുള്ള 6th പൊസിഷനിൽ ഓക്സിജനോ അല്ലെങ്കിൽ CN- സയനൈഡ് അയോണിനൊക്കെ കയറി ബൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സയനൈഡ് ടോക്സിസിറ്റി സംഭവിക്കുന്നത് ആക്ച്വലി അങ്ങനെയാണ്. മേജർ ആയിട്ടുള്ള സയനൈഡ് ടോക്സിസിറ്റി ഈ സൈറ്റോക്രോം എയിൽ കയറി സയനൈഡ് ബൈൻഡ് ചെയ്യുന്ന വഴിയാണ് ഉണ്ടാകുന്നത്. നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളത് ഹീമോഗ്ലോബിനിൽ കയറി ബൈൻഡ് ചെയ്യുന്നതാണ്. അതൊരു ടൈപ്പാണ്, അതൊരു ഇതിൽ അങ്ങനെയും നടക്കാറുണ്ട്. പക്ഷേ മേജർ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ സൈറ്റോക്രോം എയിലും കൂടെ കയറി CN- പിടിക്കും. അങ്ങനെയാണ് CN- കൂടുതൽ ടോക്സിക് ആവുന്നത്. അപ്പോൾ CN- Fe3+ലാണ് ബൈൻഡ് ചെയ്യുക, വളരെ സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ Fe3+ തിരിച്ച് റെഡ്യൂസ്ഡ് ആവാൻ പറ്റില്ല, Fe2+ ആയി മാറാൻ പറ്റില്ല. സോ നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് മെക്കാനിസം ബ്ലോക്കായി പോകും. അങ്ങനെയാണ് നമുക്ക് സയനൈഡ് ടോക്സിസിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ സൈറ്റോക്രോംസിൽ ഇത്രയാണ് പറയാനുള്ളത്. ദേ ആർ ബയോറിഡോക്സ് ഏജൻസ് ആണ്. അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു തരം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഏജൻസ് ആണ് അയൺ സൾഫർ പ്രോട്ടീൻസ് എന്ന് പറയും നമ്മളിവരെ. ഇവിടെ ഹീം അല്ല, ഇവർ നോൺ ഹീമാണ്. ഹീം ഇല്ല, അങ്ങനെയുള്ളവരാണ്. നോൺ ഹീമാണ് ഇവർ. പ്ലാന്റ്സിലും ബാക്ടീരിയയിലും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ അയൺ സൾഫർ പ്രോട്ടീൻസ്. ഓക്കെ, ഇവിടെ ഈ കോമ്പൗണ്ട്സിൽ അയൺ ആറ്റം ഉണ്ടാവും. പിന്നെ സിസ്റ്റഡീൻ ഒരു പ്രോട്ടീൻ ചെയിനിൻ്റെ സിസ്റ്റീനിൽ നിന്നുള്ള സൾഫർ ഉണ്ടാവും. സിസ്റ്റീൻ ഈസ് എൻ അമിനോ ആസിഡ്. സിസ്റ്റീൻ റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റീൻ്റെ അമിനോ ആസിഡ് അതായത് പ്രോട്ടീൻ ചെയിനിൻ്റെ ഭാഗമായിട്ടുള്ള സിസ്റ്റീൻ്റെ സൾഫർ ആറ്റം ഉണ്ടാകും. പിന്നെ ഇനോർഗാനിക് സൾഫർ ആറ്റം ഉണ്ടാകും. ആ ഇനോർഗാനിക് സൾഫർ ആറ്റം നമ്മൾ ലബൈൽ എന്ന് പറയും. കാര്യം അവർ എളുപ്പം റീപ്ലേസ് ചെയ്യാൻ പറ്റും. ലബൈൽ സൾഫർ ആറ്റംസ് എന്ന് പറയും ഇനോർഗാനിക് സൾഫർ ആറ്റത്തിന്. ഓക്കെ, സോ അയൺ സൾഫർ പ്രോട്ടീൻസ് ഒരു 2 തരമുണ്ട്. നമുക്ക് റൂബ്രഡോക്സിൻ, അത് വൺ എക്സാമ്പിൾ ആണ്. റൂബ്രഡോക്സിൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയിൽ കാണപ്പെടുന്ന അയൺ സൾഫർ പ്രോട്ടീനാണ്. ബാക്ടീരിയയിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടത്താൻ വേണ്ടിയിട്ടുള്ള അയൺ സൾഫർ പ്രോട്ടീനാണ് റൂബ്രഡോക്സിൻ. റൂബ്രഡോക്സിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. Fe ഒരു അയൺ, ടെട്രാഹൈഡ്രലായിട്ട് 4 കോർണറിലും സൾഫർ. ആ 4 സൾഫറും സിസ്റ്റീനിലേക്ക് ജോയിൻഡ് ആണ്, സിസ്റ്റീൻ മോളിക്യൂളിലേക്ക് ജോയിൻഡ് ആണ്. റഫ്ലി ടെട്രാഹൈഡ്രൽ ഇൻ ഷേപ്പാണ്. സോ ഇത് നിങ്ങൾ വരച്ച് പഠിക്കണം. ഈ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെട്രാഹൈഡ്രൽ വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും 2 ബോൺസ് ഇൻ പ്ലെയിൻ, ഒരു ബോണ്ട് ടുവേർഡ്സ് അസ്, ഒരു ബോണ്ട് അവേ ഫ്രം അസ്, അങ്ങനെയല്ലേ വരയ്ക്കുള്ളൂ. സോ ആ രീതിയിൽ തന്നെ നമ്മൾ വരയ്ക്കണം. ഓക്കെ, നമുക്ക് ഈ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ എങ്ങനെ എഴുതാൻ പറ്റും? Cis 4 Fe, സിസ്റ്റീൻ സൾഫർ 4 Fe, അതാണ് ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല വരുന്നത്. ഓക്കെ, നമ്മൾ ഈ അയൺ സൾഫർ പ്രോട്ടീൻസിൻ്റെ പേര് കൊടുക്കുമ്പോൾ പൊതുവേ കൊടുക്കുക അയൺ എത്ര എണ്ണം ഉണ്ട്, Fe1, ഇവിടെ ഒരു അയണാണുള്ളത്. പിന്നെ നമ്മൾ സൾഫറിൻ്റെ പറയുമ്പോഴേക്കും ഇനോർഗാനിക് സൾഫർ എത്രയുണ്ടെന്നുള്ളതാണ് കാണിക്കുക. സിസ്റ്റീനിലെ സൾഫറിൻ്റെ എണ്ണം നമ്മൾ കാണിക്കാറില്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇനോർഗാനിക് സൾഫർ ഒന്നും തന്നെ ഇല്ല, എല്ലാ സൾഫറും സിസ്റ്റീനുമായിട്ട് കണക്റ്റഡ് ആണ്. സോ നമുക്ക് S0, Fe1 S0, ഇതാണ് അതിൻ്റെ ശരിക്കുള്ള ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ Fe1 S0 അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് സിസ്റ്റീൻ S4 Fe അങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. സ്ട്രക്ചർ വരച്ച് പഠിക്കുക. സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ. മറ്റൊരു അയൺ സൾഫർ പ്രോട്ടീനാണ് ഫെറോഡോക്സിൻ. ഫെറോഡോക്സിൻ നമുക്ക് പലതരം ഫെറോഡോക്സിൻ ഉണ്ടായാലും 2 ഫെറോഡോക്സിൻ നമുക്ക് നോക്കാം. Fe2S2 ഫെറോഡോക്സിൻ. ഓക്കെ, Fe2S2 ഫെറോഡോക്സിൻ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന അയൺ സൾഫർ പ്രോട്ടീനാണ്. ക്ലോറോപ്ലാസ്റ്റാണ് കാണപ്പെടുക. ഫോട്ടോസിന്തസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള അയൺ സൾഫർ പ്രോട്ടീനാണ്. നമ്മളിത് വീണ്ടും ഫോട്ടോസിന്തസിസ് പഠിക്കുന്ന സമയത്ത് നമ്മളിത് വീണ്ടും കാണും. ഓക്കെ, സോ ഇവിടെ ഈ അയൺ ആറ്റം അവിടെ ഓക്സിജൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഏജൻ്റാണ് ഫെറോഡോക്സിൻ ഫോട്ടോസിന്തസിസിനകത്ത്. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചർ കണ്ടോ? Fe2S2 എന്നാണ് ഞാൻ എൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് മനസ്സിലാവും 2 അയൺ ഉണ്ട്, 2 ഇനോർഗാനിക് സൾഫർ ഉണ്ട്. ഇവിടെ നോക്കിക്കേ, 2 അയൺ, 2 ഇനോർഗാനിക് സൾഫർ. ഒരു സൾഫർ ടുവേർഡ്സ് എസ്, ഒരു സൾഫർ അവേ ഫ്രം എസ് ആണ്. ഓക്കെ, പിന്നെ അയണിന് ഇവിടെ 4 കോർഡിനേഷൻ നമ്പർ വരിക. ബാക്കി 4 സിസ്റ്റീനിലോട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൾഫർ. അതിൻ്റെ എണ്ണം നമ്മൾ കാണിക്കുന്നില്ല. ചില കേസുകളിൽ ചില ടെക്സ്റ്റുകളിൽ Fe2S2
എസ് സിസ് 4 ടൈംസ് അങ്ങനെ എഴുതാറുണ്ട്. പക്ഷേ അത് കറക്റ്റായിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് Fe2S2 എന്ന് എഴുതുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചർ നിങ്ങൾ വരച്ച് പഠിക്കണം. ഇനി മറ്റൊരു ഫെറഡോക്സിനാണ് Fe4S4 ഫെറഡോക്സിൻ. ഓക്കെ, കുറച്ചുകൂടെ സ്ട്രക്ചർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇത് ബാക്ടീരിയയിൽ കാണപ്പെടുന്നതാണ്. അവിടെ അനേറോബിക് മെറ്റബോളിസത്തിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഫെറഡോക്സിനാണ് Fe4S4 ഫെറഡോക്സിൻ. ഇതിന് ക്യൂബ് സ്ട്രക്ചറാണ്, ക്യൂബെയിൻ ലൈക്ക് സ്ട്രക്ചറാണ്. ഇത് കണ്ടോ, നമ്മൾ ക്യൂബ്സ് വരച്ചിട്ടില്ലേ, അതുപോലെ ക്യൂബ് വരയ്ക്കണം. ക്യൂബെയിൻ സ്ട്രക്ചറാണ്. ക്യൂബെയിനിൽ ഒരു ക്യൂബിൻ്റെ ഓൾട്ടർനേറ്റ് കോർണറുകളിൽ അയൺ വരും. ഇവിടെ ഇപ്പോൾ അയൺ ആണെങ്കിൽ അടുത്ത സൾഫർ കൊടുക്കണം, പിന്നെ അയൺ സൾഫർ. കണ്ടോ, ഓൾട്ടർനേറ്റ് കോർണേഴ്സിൽ അയണും സൾഫറും ഒക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. നമ്മൾ പണ്ട് സോഡിയം ക്ലോറൈഡ് വരച്ച് പഠിക്കുമ്പോഴേക്കും നമ്മൾ, അല്ലെങ്കിൽ സീഷ്യം ക്ലോറൈഡ് വരച്ച് പഠിക്കുമ്പോൾ നമ്മൾ വരയ്ക്കാറില്ലേ, ക്യൂബ് വരയ്ക്കാറില്ലേ. സോ അതുപോലെ ഓൾട്ടർനേറ്റ് കോർണേഴ്സിൽ അയണും സൾഫറും കൊടുക്കുക, പിന്നെ അയണിലേക്ക് എസ് അറ്റാച്ച് ചെയ്യുക. എല്ലാ അയണിലും ഓരോ എസ് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര അയണുണ്ട്? 4 അയണുണ്ട്, 4 ഇനോർഗാനിക് സൾഫർ ഉണ്ട്, 4 എസ് ഉണ്ട്. സോ അങ്ങനെ അത് Fe4S4 ആയി. എസ് എണ്ണം നമ്മൾ പൊതുവെ കാണിക്കാറില്ല. അയണിൻ്റെ കോർഡിനേഷൻ നമ്പർ ഇവിടെ 4 ആയിരിക്കും. അപ്പോൾ ആ 4th വാക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ കേസിൽ നോക്കും, ഇവിടെ ഇതില്ല എന്നുണ്ടെങ്കിൽ അയണിന് എത്ര വാലൻസി ആയി? 3 വാലൻസി ഫില്ലായി. 4ാമത്തെ വാലൻസി ഫില്ല് ചെയ്യാൻ വേണ്ടി എസ് വരുന്നു, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചർ, അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് 3 സ്ട്രക്ചേഴ്സ് വരച്ച് പഠിക്കണം. റൂബ്രഡോക്സിൻ്റെ സ്ട്രക്ചർ, 2 ഫെറഡോക്സിൻ സ്ട്രക്ചേഴ്സ്. ഇവർ നോൺ ഹീമായിട്ടുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഏജൻസ് ആണ് അയൺ സൾഫർ പ്രോട്ടീൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു.